കാണണം. ഇത് ഈ തറ എന്ന് പറയുന്ന പാല് കുടിക്കുന്ന ദൈവത്താരീശ്വരം വരുന്ന വരത്തിൽ ഈടെ ഇരുന്നിട്ട് പാല് കുടിച്ചതിന് ശേഷമാണ് ആടെ മേലെ അങ്ങേ തറമേൽ ഇരിക്കുക. ഇവിടെ കുറെ സമയം ഇരിക്കും. ആടെ ഈ ആട്ടം കയ്യിൽ ഈ തറയിലല്ലേ? തറമേൽ. പിന്നെ മേലേത്തെ തറമേലാണ് നെയ്യാൽ കൂടുന്ന കുട്ടികൾ തിക്കും തിരക്കാന്ന് ഉണ്ടാകുക. അത് ശരിക്കും കാണാലോ. അത് ഓറ ആ തറയെന്നാന്ന് ഭയങ്കര ഉണ്ടാവും തിക്ക്. ടൈം രാത്രി 12 മണി. രാത്രി 12-1 മണിയെല്ലാം ആവും. ചില ദിവസം 2 മണിയും ആവും. അങ്ങനെയെല്ലാം ഉണ്ടാവും. ഇവിടുന്ന് പോന്ന പോക്കിലല്ലേ പോടി പൊട്ടുക. താഴേക്കാവുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ആ പകുതിക്കുള്ള വയലില്ലേ, ആ വയലില് പകുതിക്ക് നിൽക്കുക. അപ്പൊ ആടുന്ന് പിന്നെ അത് പൊടി പൊട്ടിയതിനു ശേഷം പിന്നെ അങ്ങ് മേലേക്ക് പോകും. 13 തുടങ്ങി കഴിഞ്ഞാൽ ഈടെ വരുന്നതാ. ഈടെ വരുന്നത് പിന്നെ 16 തൊട്ടിട്ട് ഈടെ വരിക. 4 ദിവസം ഉണ്ടാവും. 19, 20 രാവിലെയൊക്കെ എല്ലാം തീരും. 4 ദിവസം ഉണ്ട്. അതെന്ന് വെച്ചാൽ രാവിലെ പിന്നെ സീതയും മക്കളും കീയും മേലേക്കായത് മേലെ. ആ സീതയും മക്കളും കീയുന്നത് ആ സീത കീഞ്ഞ ഓറാന്ന് വൈകിട്ട് ദൈവത്താരീശ്വരനെ കെട്ടുക. അങ്ങനെയാണ്. രാവിലെ സീത കീഞ്ഞ ആളാന്ന് വൈകിട്ട് ദൈവത്താർ കെട്ടുക. അങ്ങനെ അതോടെ കഴിഞ്ഞ് അല്ല 4 ദിവസവും രാവിലെ 4 ദിവസവും സീതയും മക്കളും ഉണ്ടാവും. 16 തൊട്ടിട്ട് 19 വരെ ഉണ്ടാവും. ഇവിടെ എന്തുകൊണ്ടാ 14 തൊട്ടിട്ട് 15 തൊട്ടിട്ടാ? ഇവിടെ 16 തൊട്ടിട്ട് തന്നെ. ഇവിടെ അത് തന്നെ 4ാമത്. പിന്നെ ഇത് 16 തൊട്ടിട്ടാ ഇവിടെയും വരിക. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് മലയാള മാസം കൂട്ടുക. ഫെബ്രുവരി 14-ന് 1-ാം തീയതി തുടങ്ങുന്നു കുംഭം. അപ്പൊ അന്ന് 1-ാം തീയതി തുടങ്ങിയെന്ന് വെച്ചാൽ അന്ന് തേങ്ങ താക്കല. വെച്ചാൽ ഓരോ വീട്ടിൽ നിന്നും തേങ്ങ പറിച്ചിട്ട് ഈ നാട്ടിൽ ദേശത്തുനിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ വെയ്യാല് കൂടുന്ന കുട്ടികളുണ്ടല്ലോ, തോർത്തും പനിയനും ഉടുത്തിട്ട് ഈ ഇവിടെ വെച്ച് അപ്പുറം ഇപ്പുറം ഇളന്നറ് കെട്ടിയിട്ട് കൊണ്ടുവരും കാവിലേക്ക്. അന്ന് അതാണ്. പിന്നെ 2-ാം തീയതിയാണ് കാവ് കയറല്. കാവ് കയറൽ എന്ന് വെച്ചാൽ അങ്ങ് അക്കരയെന്നാ വരിക. ദൈവത്താരീശ്വര അക്കരയെന്നാ വരിക. അങ്ങ് എല്ലാ പിന്നെ അണ്ടലൂർ അങ്ങേപ്പുറം അറിയാവോ, കുന്നത്ത്. ആടുന്നാണ് ദൈവത്താരീശ്വരം വരിക. ആ സ്ഥലത്ത് അന്നേരം ആടുന്ന് വരുമ്പോൾ പോടിയെല്ലാം ഉണ്ടാവും. ഭയങ്കര പോടി ഉണ്ടാവും. അപ്പൊ ഇവിടെ വന്ന് കാവ് കയറിയതിന് ശേഷമാണ് നമുക്ക് ചക്കവൊത്ത് എന്ന് മറ്റൊന്നുണ്ട്. അതിന് വരെ നമ്മൾ ചക്ക തിന്നൂല. ചക്കവൊത്ത് അന്ന് ഈ 2-ാം തീയതി ചക്ക ഒത്തിയതിന് ശേഷം എല്ലാവർക്കും തരും. പോയാക്കെല്ലാം തരും. ഓരോ ചെറിയ ചെറിയ കാവുന്ന് തരും. അന്നേരം അപ്പൊ അങ്ങനെ അന്ന് 3-ാം തീയതി തൊട്ടിട്ട് നമ്മള് ചക്ക തിന്നാൻ തുടങ്ങും. ഇല്ല ഇപ്പൊ നമ്മള് ചക്ക ഡിസംബർ എന്നല്ല, നമ്മളിപ്പോ ഈ ചിങ്ങമാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു ഉണ്ടായ സാധനവും തിന്നൂല. ഇനി നമ്മളെ ഈ ചക്കൊത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ സാധനവും തിന്നും. മാങ്ങയോ ചക്കയോ ഒന്നും. ചക്ക തിന്ന ഐതിഹ്യം ഇത് തന്നെ. കാവുന്ന് ചക്ക കൊത്തണം. അത് കഴിഞ്ഞാലേ തിന്നാൻ പാടുള്ളൂ. അതാണുള്ളത്. അങ്ങനെയുള്ള ഒരു ഐതിഹ്യം പണ്ടേ ഉള്ളതല്ലേ അത് ക്ഷേത്രത്തിൽ. അപ്പൊ അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ തിന്നാൻ പാടുള്ളൂ. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് തീരെ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കാൻ പാടില്ല. അവരല്ലേ മെയ്യാല് കൂടേണ്ട കുട്ടികള്. തോർത്തും വെള്ളയും തോർത്തും കൊണ്ട് കൊടുത്തിട്ട് തോർത്തും പനിയാണ് അത് എടുത്തിട്ട് ഉള്ള കൂട്ടറല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അന്ന് മുതലേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാ. പിന്നെ 3-ാം തീയതി 2-ാം തീയതി ചക്കൊത്ത് കഴിഞ്ഞാല് 3-ാം തീയതി മേലൂര് അറിയാവോ? ആടെ ഒരു തറ കണ്ടിനാ മേലൂര്? ആടുന്നാണ് കൊടവരവ്. ആടുന്ന് കൊടവരവ് വന്നാലാണ് കാവിൽ ഉത്സവം തുടങ്ങും. അത് ചട്ടി നമ്മളെല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കണോ. അത് ഞമ്മക്ക് ഒന്നും ഇത്ര വരെ എടുത്ത ഒരു സാധനം നമുക്ക് എടുക്കാൻ പാടില്ല. എല്ലാം നമ്മള് മീനും മത്സ്യം കൂട്ടുന്നല്ലേ. അപ്പൊ അതൊന്നും ഇനി എടുക്കൂല. നമ്മളൊരു കൊല്ലത്തെ ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് എല്ലാ സാധനവും വാങ്ങും. അപ്പോൾ അത് സ്റ്റീൽ പാത്രം, ചെമ്പ്, വെക്കറ് അങ്ങനത്തെ സാധനം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടേ വെക്കും. ഇനി ഇനിയത്തെ കൊല്ലം അതെടുക്കൂ. അതെടുക്കൂല. പിന്നെ നമ്മൾ ഇവിടുന്ന് ചട്ടി ഇനിയിപ്പോ ഇപ്രാവശ്യം എല്ലാ കൊല്ലവും ചട്ടിയും കുടുക്കയും വാങ്ങും. അത് കൃത്യമായിട്ട് ഇടുന്നു എല്ലാ വർഷവും. പിന്നെ കയ്യില് പിന്നെ ചട്ടി വെക്കുന്ന തെരിയ അങ്ങനത്തെ സാധനം ഒക്കെ വാങ്ങണം. പായി, മൊറം, കൂട്ട അങ്ങനത്തെ എല്ലാം ചോറ് കൂട്ടേണ്ട കൂട്ടയുണ്ടല്ലോ അതെല്ലാം വാങ്ങണം. എല്ലാം ഒരു കൊല്ലത്തിലേക്കല്ല. അങ്ങനെയാണ് ഞമ്മക്ക്. ഒന്നും നമ്മൾ പഴയ സാധനം എടുക്കൂല. പഴയതെന്ന് വെച്ചാൽ എടുക്കും. എങ്ങനെ ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യം എടുത്തത് ഉണ്ടല്ലോ കുക്കർ, പ്ലേറ്റും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൈ തേച്ചിട്ട് കൊണ്ടുപോയി വെക്കും. അതെനി ഇക്കൊല്ലം ഇനി ഇതെടുക്കൂല. ആ സാധനം നമ്മൾ എടുക്കൂല. അതെനിയത്തെ കൊല്ലം എടുക്കും. അങ്ങനെയാണ് എല്ലാ സാധനം.
അങ്ങനെ ആണ് ഈ ഉത്സവത്തിന് നമുക്ക് പ്രാധാന്യം അതാണ്. പിന്നെ ഇതില്ലേ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിലും മലരും പഴവും അത് 3 എല്ലാ വീട്ടിൽ നിന്നും. വേറെ ആദ്യമെല്ലാം ബേക്കറി സാധനം എല്ലാം കൊടുക്കലുണ്ടായി. ഇപ്പൊ അതൊന്നും കൊടുക്കാൻ പാടില്ല. അതെല്ലാം ഇടുന്ന് പറഞ്ഞു അതൊന്നും കൊടുക്കാൻ പാടില്ല. ചില എല്ലാം മുട്ടയെല്ലാം കുത്തുന്ന സാധനല്ലേ. നമുക്ക് മത്സ്യം ഇല്ലല്ലോ. മത്സ്യം ആയില്ല. ഇപ്പൊ ഞമ്മക്ക് പിന്നെ 14-ന് 13-ന് തൊട്ടിട്ട് നമുക്ക് ഇനി 13-നല്ല 12 തൊട്ടിട്ട് നമുക്ക് മീൻ കഴിയുന്നവരെ ഇനി മീനില്ല. ഉത്സവം കഴിഞ്ഞ് 20-ന് തീർന്നു കഴിഞ്ഞാൽ അന്നാണ് നമുക്ക് ഉണ്ടാകുക. അന്നേക്ക് 12 മുതൽ ഇനി നമ്മൾ മത്സ്യം കൂട്ടൂല. 20 പേര് 20-ന് മുറിക്കും. വ്രതം മുറിക്കുക 20-ാം തീയതി. 20-ന് ഇവിടുന്ന് ഉച്ചക്ക കഴിയാം. അല്ല, രാവിലെ ഒരു 11 മണി കഴിയുമ്പോൾ എല്ലാം കഴിയും. 11 മണിയാകുമ്പോൾ എല്ലാം കഴിയും. രാവിലെ അരിയറെല്ലാം ഉണ്ടാവും. പിന്നെ ദൈവത്തറീശ്വരൻ എന്നാലാണ് മുടി എല്ലാവർക്കും അരി എറിഞ്ഞെറിഞ്ഞ് കൊടുക്കും. എന്നിട്ടാണ് ദൈവത്താറും അങ്കക്കാരും പപ്പോരും. ശ്രീരാമനും ലക്ഷ്മണനും ഒരേട്ടനും അനിയനും ഇല്ലേ, അവർ അങ്ങനെ 3 ആളും അങ്കക്കാരൻ പപ്പൂരെ. പിന്നെ രാവിലെ എല്ലാ ദൈവവും കീയൂ. ഒരുപാട് ദൈവം ഉണ്ടാവും രാവിലെ. അങ്കക്കാർ ഇത് തൂവക്കാർ എങ്ങനാ രാത്രി അല്ല, ഉച്ചക്ക് നിങ്ങൾ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ബാരി സുഗ്രീവന്റെ അടി ഉണ്ടാവും. ഉച്ചക്ക് 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ അല്ല അങ്ങ് മേലേക്കാവില്ല. എല്ലാ ദിവസവും ഈ 16 തൊട്ടിട്ട് 19 വരെ ഉണ്ടാവും. 13-ന് തുടങ്ങും. 13-ന് നമുക്ക് തുടങ്ങിയാൽ കാവിലെ ഉത്സവമായി. പറഞ്ഞില്ലേ തേങ്ങ താക്കല് 12 പിന്നെ 13-ന് 14-ന് അങ്ങനെ കാവ് കയറല്. അങ്ങനെ ദൈവം വരും. അത് പിന്നെ 3-ാം തീയതി നമ്മളെ കൊടവരവ് മേലൂരെ കൊടവരവ് ഇങ്ങ് വരും. അതിനോട് കൂടി എല്ലാം പിന്നെ വിശ്രമം ഇല്ല. ഇനി ഇത് ഇപ്രാവശ്യം നമ്മളിങ്ങനെയെല്ലാം കാണുക. ഇനിയിപ്പോ തർക്കെന്തെങ്കിലും കാണുവാ. ഇപ്രാവശ്യം കൂടുതൽ ഇങ്ങനെയെല്ലാം ആക്കിയത് കൊണ്ട് കഴിഞ്ഞ കൊല്ലം ഒന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇക്കൊല്ലം പുതിയ തറയും വന്ന് എല്ലായി. ഇപ്പം ഭയങ്കരമായിരിക്കും ഇപ്രാവശ്യം. അങ്ങനെയെല്ലാം ഇപ്പം ഉദ്ഘാടനം കഴിഞ്ഞതാ, പുതിയത് എടുത്തതാ. കുളത്തിന് എന്തെന്നാന്ന് അറിയില്ലേ. അവിടെ കുളം ഇങ്ങനെ ഇല്ല ഒന്നുമില്ല. നമ്മളെ ആടെ ഉണ്ടല്ലോ, മേലേക്കാ കുളം ഉണ്ടല്ലോ, അതിലാ കിയോ. ഇതിൽ കിയൊന്നുമില്ല. ഇവിടെ ഇരുന്നിട്ടല്ലേ യുദ്ധം കാണാ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അത് ഈ കുട്ടികളല്ലേ വെള്ളം കൊടുത്ത കുട്ടികൾ. അത് മേലെയുണ്ട്. നിങ്ങൾ വരുമ്പോ ഇതന്നെ 12 മണി ഉച്ചക്ക് ഒരു 12 മണിക്ക് വന്ന് നിങ്ങൾക്ക് ഭാര്യ സുഗ്രീവന്റെ അടിയും കാണാം, എല്ലാ ദൈവത്തിനെയും കാണാം. പിന്നെ രാവിലെ ആണെങ്കിൽ ഈ സീതയും മക്കളെ കാണാം. എത്ര മണിക്ക്? പൊൽച്ചക്ക കീയ. പൊൽച്ചക്കെന്ന് പറഞ്ഞാൽ 8 മണിയാവും. 8 മണിയാവും സീതയും മക്കളും കീയ. ഇനിയത്തെ ബുധനാഴ്ച തുടങ്ങുന്നല്ലോ. ഇപ്പേ ഇല്ല ആർക്കും. ഇപ്പേ നമ്മളെല്ലാം ഒരുക്കണ്ടേ. എല്ലാം വീട് വൃത്തിയാക്കണം, എല്ലാം പെയിന്റ് അടിക്കണം, എല്ലാ ഇതും ചെയ്യണ്ടേ. പിന്നെ മലരെല്ലാം ഉണ്ടാക്കണ്ടേ. അതന്നെ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ആക്കുക. അവിലും പഴയ മാങ്ങും. മലര് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആക്കണം. ചട്ടി ഇങ്ങനെ എല്ലാം വെച്ച് നമ്മളെല്ലാം ഗ്യാസും വന്നാണ് പൊരിക്കുന്നത്. എല്ലാവരും അടുപ്പത്തുനിന്നെല്ലാം കുറേയാക്കെല്ലാം അങ്ങനെ അടുപ്പത്തെല്ലാം പൊരിക്കും. ശരിക്ക് പൊരിക്കണ്ട എങ്ങനെയാന്ന് വെച്ചാല് മുറ്റത്തൊരു ഓലയെല്ലാം കെട്ടി, പണ്ട് അങ്ങനെയാ ഓലയെല്ലാം കെട്ടി ആടനെ കൊളുത്താറ്റിയൊക്കെ ഭക്ഷണവും വെച്ചു കൊടുക്കും. ഈ മലരും പൊരിക്കും. ഇപ്പൊ അതൊന്നും ഇല്ല. എല്ലാരും പച്ചക്കറി തന്നെയല്ലേ, വ്രതത്തിൽ തന്നെയല്ലേ, പിന്നെന്താ. അതുകൊണ്ട് പിന്നെ പക്ഷെ പണ്ടുള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാ ചെയ്യുക. അങ്ങനെയാ കുട്ടാറ്റിയൊക്കെ കൊടുക്കും. അവരെല്ലാം അന്നേരം എന്താ വെച്ചാല് കുട്ടാറ്റിയ കൂട്ടർക്ക് ഭക്ഷണം കൊടുത്താലേ നമ്മളെ പുറത്തേക്ക് ഭക്ഷണം തരും. ഇപ്പൊ അതൊന്നും ഇല്ല. തോർത്തും പനിയനുത്ത കുട്ടികള് ഓറിപ്പോ സംക്രമം മുതല് വ്രതായില്ലേ. അല്ല, അവർക്ക് എനിക്ക് കാവില് 25-ന് പിന്നെ ഇത് വരും. ഇപ്പൊ പിന്നെ മകര 25-ന് കണിശം വരും. കണിശം വന്ന് കുറിക്കണം. ഈ വണ്ണാന്മാറും അങ്ങനെയല്ലോ ഉണ്ടാവില്ല. ദൈവത്തെ കെട്ടുന്ന ആളല്ലോ. അവരെല്ലാം വ്രതം അന്ന് മുതൽ തുടങ്ങണം. 25 മുതൽ. നമ്മളെല്ലാം 12 മുതലാ തുടങ്ങാം. 12 മുതൽ 20-ാം തീയതിയാ മുറിക്കും. അങ്ങനെയാ ഉണ്ടാവുക. പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര പിന്നെ ഇതിപ്പം തന്നെ ഇതാ എല്ലാവർക്കും ഉത്സവം എന്ന് പറഞ്ഞ് കൂട്ടുന്നുണ്ട്. പക്ഷെ ഉത്സവം എല്ലാം പൂർത്തിയാകുമ്പോഴേക്ക് ഉത്സവം കഴിയും. അങ്ങനെയാണ് ഒരുങ്ങിയിട്ട് ഒരുങ്ങാത്ത ഒരു ഇതിലാണ്.
എല്ലാം പണിയെല്ലാം കഴിയുമ്പോഴേക്ക് എല്ലാം ഇതാവൂലേ സമയം അപ്പോഴേക്ക് ഉത്സവം കഴിയാനോ നേരം കിട്ടാത്ത പോലെ ഉണ്ടാവും ആ പിന്നെ ഇഷ്ടം പോലെ ആളും ഉണ്ടാവും ആൾക്കാർ ടൈം ഉണ്ടാവില്ലല്ലോ അവര് വരാൻ. ഭയങ്കര വീട്ടിലെല്ലാം നമ്മള് ക്ഷണിക്കാണ്ട് തന്നെ ആൾക്കാർ വരും. ഏത് സമയം ആൾക്കാർ വന്നാൽ നമ്മളെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അതല്ലേ ഏത് സമയം ഉണ്ടാവും? ഏത് സമയം ഭക്ഷണം ഉണ്ടാവും. ചേച്ചിന്റെ പേരെന്താണ്? ശൈല. താങ്ക് യു. താങ്ക് യു. ആ ശരിയാ, എന്റെ വീട് ഇവിടെ തന്നെയാ. അതെ അല്ല. ഇവിടെ ഇതിന്റെ അടുത്ത്. ആ ശരി ശരി.